Hi guys, Assalamu alaikum. Welcome back to Z Family. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളൊരു യാത്ര പോവാണ്. ഇത്തവണ നമ്മൾ ബൈ റോഡാണ് പോകുന്നത്, UAE ടു ഒമാൻ. കുറച്ചും കൂടി ക്ലിയറായി പറഞ്ഞാൽ നമ്മൾ ദുബായിൽ നിന്ന് മസ്കത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈദ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഒമാനിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തോടെ ഇറങ്ങിയിരുന്നു. കാരണം നമുക്കറിയായിരുന്നു ബോർഡറിൽ ചിലപ്പോൾ അത്യാവശ്യം ട്രാഫിക് ഉണ്ടാവും, അല്ലെങ്കിൽ റഷ് ഉണ്ടാകുമെന്ന്. കാരണം എല്ലാവരും ഈദ് കഴിഞ്ഞാൽ ഹോളിഡേയ്സ് ഉണ്ടാകുന്നതുകൊണ്ട് പെട്ടെന്ന് ചൂസ് ചെയ്യുന്ന ബൈ റോഡ് പോകാൻ ഏറ്റവും ഈസി ഉള്ളത് ഒമാനായതുകൊണ്ട് അധികം ഇവിടെ എൻ്റെ ഫ്രണ്ട്സൊന്നും ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് ഈ ബോർഡറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് 140 കിലോമീറ്ററാണ്. അപ്പോൾ അറൗണ്ട് 1.5 hours, മാക്സിമം പോയാൽ 2 hours അതിനുള്ളിൽ നമ്മൾ അവിടെ എത്തുന്നുണ്ട്. പ്രൊസീജിയേഴ്സൊക്കെ വളരെ സ്മൂത്തായിരുന്നു. അതൊക്കെ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടതെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് ലൈസൻസ് ഉണ്ടായിരിക്കണം, പിന്നെ കാറിൻ്റെ ഓണർ എന്തായാലും കാറിലുണ്ടായിരിക്കണം, ഡ്രൈവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മുടെ പാസ്പോർട്ട് 6 months വാലിഡിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ UAE റെസിഡൻസ് വിസ അത് ഓൾസോ 6 months വാലിഡിറ്റി വേണം. പിന്നെ ഒമാൻ ഇൻഷുറൻസ്, കാറിന് ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ സ്മൂത്തായിരുന്നു. പിന്നെ 35 dirhams ആണ് നമ്മുടെ എക്സിറ്റ് ഫീ ആയിട്ട് അവർ വാങ്ങുന്നത്, അതായത് പെർ പേഴ്സൺ 35 dirhams. പിന്നെ കാറിൻ്റെ രജിസ്ട്രേഷൻ കാർഡ് മുലിക്കുക കൂടി വേണം കേട്ടോ. വെൽക്കം യു ടു ദി സുൽത്താനേറ്റ് ഓഫ് ഒമാൻ. അങ്ങനെ നമ്മൾ ഒമാനിലെത്തി. അൽഹംദുലില്ലാഹ്. ഇതൊക്കെ നല്ല രസമില്ലേ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. എത്ര ആളുകളാ ഇതാ ഷാനു പൊന്നു. They look so pretty. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പെട്രോൾ സ്റ്റേഷനിൽ നിന്നും ക്യാമറാമാൻ ജീഷാൻ്റെ കൂടെ Boys. അങ്ങനെ പിന്നെ നമ്മൾ മസ്കത്തിലേക്ക് പോവാണ്. അവിടെ നിന്ന് ബോർഡറിൽ നിന്ന് അറൗണ്ട് 3 hours തന്നെ നമുക്ക് ട്രാവൽ ചെയ്യണം ഇവിടെ മസ്കത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ മൗണ്ടൻസ്, ഇത് ഡെസേർട്ട് അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല, ഫുള്ള് മൗണ്ടൻസ് ഒക്കെ ആയിട്ടായിരുന്നു. രസമുണ്ടായിരുന്നു ആ ഒരു യാത്ര. പിന്നെ പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ള സ്നാക്സൊക്കെ വാങ്ങിയിരുന്നു. I'm eating salad chips and it's mentioned here made in the Sultanate of Oman. Yeah, I think Oman chips in Oman. അപ്പം നമ്മളിങ്ങനെ ഇവിടെ ഷെല്ലിൽ നിർത്തിയിട്ടല്ലേ. So these are mountains which I thought they were actually made up of sand, but they were actually made up of rocks, and it was really flat because I think they broke the mountain so in half, like so that they can make the road. I'm really amazed how they made a road here. അതൊരു കാനിയം പോലെയില്ലേ, നമ്മൾ കസാക്കിസ്ഥാനിലെല്ലാം പോയവരെ കണ്ട. Yeah, like Charon Canyon. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു യാത്ര. കാരണം നമുക്കങ്ങനെ സാധാരണ നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമ്മളൊന്നും കാണില്ലല്ലോ, ഇതിപ്പോൾ ബൈ റോഡ് ആകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ മസ്കത്ത് സിറ്റി എത്താനായി. നമ്മൾ സിറ്റി തന്നെയായിരുന്നു ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഈസി കൂടിയായിരുന്നു, കാരണം ഷോപ്പിംഗ് മോൾ അതൊക്കെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. Are we going to Mall of Oman? KFC. Take the ramp. Slight right. I thought it could be. Slight right. Then turn right. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. ഹായ് പൊന്നു. ഹായ് ഷാനു. It's okay. Anyway, we have to go. രസമുണ്ടല്ലോ ഈ ഹോട്ടൽ. അങ്ങനെ നമ്മൾ മസ്കത്തെത്തി മക്കളെ. ഹായ് ഷാനു, ഇഷ്ടമായ? നമ്മൾ ഇൻ്റർ കണക്റ്റഡ് റൂമാണ് എടുത്തത്. അപ്പോൾ ഇത് അനക്കും തന്നൂക്കാക്കും, ഇത് ഷാനുവിനും പൊന്നൂനും.
അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടായിരുന്നു ഹോട്ടൽ. ആസ് യൂഷ്വൽ എല്ലാം എടുത്തു നോക്കുന്നുണ്ട്. താങ്ക് യു ഷാനു. അങ്ങനെ നമ്മൾ വന്ന് ചെറുതായിട്ടൊന്ന് ഡ്രസ്സപ്പ് ചെയ്തൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഒപ്പിച്ചല്ലേ ഉണ്ട്. ഇനി നമ്മൾ മത്ര സൂക്കിലേക്ക് പോകാം അല്ലേ ഷാനു? ഇന്നൊക്കെ നല്ല ജാങ്കോ ലുക്കിലുണ്ട്. ഹലോ മിസ്റ്റർ തൻവീർ. Turn left, then turn right. KFC ആണ്. അല്ല ഷാൻ, നമ്മള് പണ്ട് വന്നതിനേക്കാൾ കുറച്ചും കൂടെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ മുകളിലൂടെ കയറിയിട്ടുണ്ട്. നോക്കിയാ ഇവിടുത്തെ നമ്പർ പ്ലേറ്റ് മാത്രമാണ് പ്രശ്നം. ഷാനു ആ മോസ്കോ സൂക്കിന്റെ ആ ഭാഗം മൊത്തം ട്രാഫിക്കാണ്. പോയാൽ നമ്മളെ ഷോപ്പിംഗ് മാൾ എന്താ പറയുക, സിറ്റി സെന്ററിൽ എത്തുക. നമ്മൾ ഈദിൻ്റെ നെക്സ്റ്റ് ഡേ പോയതുകൊണ്ട് തന്നെ മത്ര സൂക്കിലേക്ക് പോകുന്ന റോഡിൽ ഒന്നവേ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു എക്സിബിഷൻ ആയിട്ടാണ് മൊത്തം. എടാ ഉണ്ടാ ഇതൊക്കെ തന്നെ ഇതിന്റെ ഒരു ഏരിയ ആണ് മത്ര സൂക്ക് എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറം ഇതാണ് നമ്മളെ ബീച്ച് ഏരിയ. ഇതിൻ്റെ നെക്സ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങായിരുന്നു, എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് കുറേ കറങ്ങി, പക്ഷേ ഇറ്റ് വാസ് നോട്ട് ഈസി. കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വെച്ച് ജസ്റ്റ് വെറുതെ കറങ്ങാം. ഇത് നമ്മൾ ഇവിടെ വേറെ യൂറോപ്യൻ കണ്ടെത്തിയൂലേ കയറ്റം. ഇതിൻ്റെ നെക്സ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻ കേസ് നമുക്ക് പാർക്കിംഗ് കിട്ടിയാലും ഒരു സുഖം ഉണ്ടാവില്ല എന്ന് തോന്നി. കാരണം കുറേ ബാച്ചിലേഴ്സ് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ ഇൻഷാല്ലാ നെക്സ്റ്റ് ഡേ വരാമെന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഷാനു അങ്ങനെ ഉണ്ട്. അത്യാവശ്യം നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ മന്തി കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ബൈത്തൽ മന്തി മസ്കത്ത് അവിടെയാണ് പോയത്. ഇത് ഷാനുവിൻ്റെ ചോയ്സ് ആയതല്ല അഭിപ്രായം. ഷാനുവിന് മന്തി കഴിക്കണം, അത് നമ്മളെ ഫുൾ ജങ്കി. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു യമനി സ്വീറ്റാണ്. സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞ് നാളത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ മാസലാമ.